നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയും എംബാപ്പയും ബ്രേസ് അടിച്ചാൽ പിന്നെ ഹാലൻഡിന് നോക്കി നിൽക്കാൻ പറ്റുമോ? അവനും അടിച്ചു രണ്ടെണ്ണം. അതിൻ്റെ ഫലം നോർവേ നന്നായി കളിച്ച സെനഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 32 കടന്നു. സെനഗൽ ഇതാ പുറത്തായിരിക്കുന്നു. ഇസ്മായിലെ സാറിനും ബ്രേസ് ഉണ്ടായിരുന്നു, പക്ഷേ 3-2 വിജയം നേടി സെനഗൽ. ഈ ഹാലൻഡിൻ്റെ കാര്യം എടുത്തു പറയണം. അവൻ വിസ്മയിപ്പിക്കുകയാണ്. കഴിഞ്ഞ 12 കളികളായിട്ട് നോർവേക്ക് വേണ്ടി കളിച്ച കളികളൊക്കെ അവൻ ഗോൾ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 കളികളായിട്ട് ഒന്നിലധികം ഗോളുകൾ അവൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓൾറെഡി 2 കളികൾ ഇപ്പോൾ വേൾഡ് കപ്പ് കളിച്ചുള്ളൂ. ഓൾറെഡി അവൻ നോർവേക്ക് വേണ്ടി വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച താരമായി മാറിയിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് പ്രൈസുകൾ ഹാലൻഡും വരുന്നുണ്ട്. സോ മെസ്സി എംബാപ്പെ പോരാട്ടം അങ്ങനെ തുടരുന്നു. ഹാലൻഡ് ആദ്യ വേൾഡ് കപ്പാണ്. അവനും വളരെ മികച്ച രൂപത്തിൽ ഗോൾ അടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച. ഏതായാലും മത്സരം 3-2 നോർവേ വിജയിച്ചു. കളിയിൽ നോർവേക്ക് വേണ്ടി ഹാലൻഡിനെ കൂടാതെ പെഡേഴ്സനാണ് ഗോൾ നേടിയത്. മറുഭാഗത്ത് ഇസ്മായിലെ സാറിൻ്റെ 2 ഗോളുകൾ. സെനഗലിന് പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. അവർ 2 കളിയും തോറ്റ് പുറത്തായിരിക്കുകയാണ്. കളിയിൽ നോർവേയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൊർലോത്തും ഏർലിംഗ് ഹാലൻഡും നോസയും ഒക്കെ അണിനിരന്നു. ഒഡേഗാർഡ് മധ്യനിരയിലുണ്ടായിരുന്നു. അങ്ങനെ മികച്ച ടീമും കൊണ്ട് അവർ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് സാദിയോ മാനെ, നിക്കോളാസ് ജാക്സൺ, ഇസ്മായിലെ സാർ സൂപ്പർ ടീമും കൊണ്ടാണ് സെനഗലും ഇറങ്ങിയത്. നല്ല പോരാട്ടം കണ്ട മത്സരം. പക്ഷേ കളിയുടെ 43-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. പെഡേഴ്സണിലൂടെ നോർവേ മുന്നിലെത്തി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഏർലിംഗ് ഹാലൻഡ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ 2-0 ലീഡിലേക്ക് അവർ പോയി. പക്ഷേ ഇസ്മായിലെ സാറിലൂടെ ഒരു ഗോള് 53-ാമത്തെ മിനിറ്റിൽ മടക്കി അടിച്ചു സെനഗൽ. എന്നാൽ 58-ാമത്തെ മിനിറ്റിൽ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കിക്കൊണ്ട് 3-1 എന്ന രൂപത്തിലേക്ക് ആധിപത്യം തിരികെ പിടിച്ചു കൊടുത്തു ഹാലൻഡ് നോർവേക്കായിട്ട്. കളിയുടെ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ ഇസ്മായിലെ സാർ ഒരു ഗോൾ കൂടി അടിച്ചെങ്കിലും നോർവേക്ക് മേൽ കളി തിരികെ പിടിക്കാൻ സെനഗലിന് കഴിഞ്ഞില്ല. റിസൾട്ട് 3-2. നോർവേ 2 കളി 6 പോയിൻറ്റ്. ഫ്രാൻസും 2 കളി 6 പോയിൻറ്റ്. ഗ്രൂപ്പ് ഐയിൽ നിന്ന് അവർ മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. സെനഗൽ 2 കളിയും തോറ്റു നിൽപ്പാണ്. ഇറാഖും 2 കളിയും തോറ്റു നിൽപ്പാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.